നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷനും ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് വീട് വെക്കാനുള്ള ഭൂമി കണ്ടെത്തുന്നതിനായി ആവിഷ്കരിച്ച മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനും ചേർന്ന് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6 കുടുംബങ്ങൾക്ക് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. കിഴരിയൂർ നമ്രത്തുകരയിൽ അധ്യാപികയായിരുന്ന വി. രാധ പഞ്ചായത്തിന് നൽകിയ 18.25 സെന്റ് സ്ഥലത്താണ് വീടുകൾ നിർമ്മിക്കുന്നത്. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട 3 പേർക്കും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട 3 കുടുംബങ്ങൾക്കുമാണ് വീട് ലഭിക്കുന്നത്. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന രാധ ഇതിനു മുൻപും സർക്കാരിന്റെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. വീടിന് സമീപത്തൂടെയുള്ള റോഡിനായും സ്ഥലം വിട്ടു നൽകിയിരുന്നു. അധ്യാപകനായിരുന്ന ഇ.കെ. ദാമു നായരാണ് ഭർത്താവ്. ഗിരീഷ്, പ്രീത, വിനീത, സജിത എന്നിവർ മക്കളാണ്. ഒക്ടോബർ അവസാന വാരം വീട് കൈമാറാനാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. പ്രമീള പറഞ്ഞു. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെയും തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ വോട്ടർ ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. യുവജനങ്ങൾക്കിടയിൽ വോട്ടിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, സമ്മതിദായകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നീ സന്ദേശങ്ങളുമായാണ് കലാജാഥ പര്യടനം നടത്തുന്നത്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അണിനിരന്ന കലാജാഥ JDT ലോ കോളേജ്, ദേവഗിരി കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, IHRD കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലും പര്യടനം നടത്തി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ, ജില്ലാ സ്വീപ് കോർഡിനേറ്റർ ഡെപ്യൂട്ടി കളക്ടർ C. ബിജു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൾ കരീം, ഫസീൽ അഹമ്മദ്, ഡോക്ടർ നിജീഷ് ആനന്ദ്, ജിബിൻ ബേബി, PI മീര എന്നിവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്ക്രീനിൽ കാണുന്ന മെയിൽ ID-യിലേക്ക് അയക്കണം. അവസാന തീയതി സെപ്റ്റംബർ 23. കൂടുതൽ വിവരങ്ങൾക്ക് 9656530675 നമ്പറിൽ ബന്ധപ്പെടുക. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1 വർഷത്തെ കരാറാടിസ്ഥാനത്തിൽ BMS ടെക്നീഷ്യനെ നിയമിക്കുന്നു. യോഗ്യത SSLC ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സിൽ 3 വർഷത്തെ ഡിപ്ലോമ. 18-നും 39-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 19 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോഴിക്കോട് മെഡിക്കൽ കോളേജ് HDS ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 049523555900. മീഞ്ചന്ത ഗവൺമെന്റ് VHSൽ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് താത്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത PG, B.Ed, സെറ്റ് അല്ലെങ്കിൽ നെറ്റ്. അഭിമുഖം സെപ്റ്റംബർ 18 രാവിലെ 11 മണിക്ക്. ഫോൺ 9745996291. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഫാർമസിസ്റ്റുമാരെ 179 ദിവസത്തേക്ക് നിയമിക്കുന്നു. യോഗ്യത +2, സർക്കാർ അംഗീകാരമുള്ള D.Pharm, B.Pharm, M.Pharm, Pharm D, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ, 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിലെത്തണം. ഫോൺ 049523653667. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഹോമിയോ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത NCP, CCP കോഴ്സ് പാസ്. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി സെപ്റ്റംബർ 25 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തണം. ഫോൺ 049522600232. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.